അങ്ങനെ റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 10 ദിവസമായി നല്ല റഷായിരുന്നു നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കസ്റ്റമേഴ്സും അതിൻ്റെ തിരക്കും ഡെലിവറിയുടെ ബഹളങ്ങളും എല്ലാവർക്കും റമദാന് മുമ്പ് അല്ലെങ്കിൽ വിഷുവിന് മുമ്പ് ഡെലിവറി എടുക്കണം എന്നുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫിനാൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോസസ്സുകളോടെ കഴിഞ്ഞ ഒരു 10 ദിവസമായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും നമുക്ക് പറ്റില്ല. ഏകദേശം 10 ദിവസത്തോളം ഗ്യാപ്പ് വന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാനും. അപ്പോൾ ഇന്ന് വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും വണ്ടിയൊക്കെ കിട്ടി പുതിയ ഓഫറുകളും കാര്യങ്ങളായിട്ട് വീണ്ടും വന്നിരിക്കുന്നു. ട്രൂ ചോയ്സിൻ്റെ മറ്റു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. ഒരു നല്ലൊരു കിടിലൻ ഒരു 2011 മോഡൽ വരുന്ന ഒരു വെറും 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനം നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അത് SX ഓപ്ഷനിൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന 1.6 പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം വെറും 21,000 തന്നെ. 2011 അപേക്ഷിച്ചോളം ഏകദേശം 12 വർഷത്തോളം 13 വർഷത്തോളമായിട്ടും 21,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. പക്ഷേ സർവീസ് ഹിസ്റ്ററി പ്രോപ്പറുള്ളതുകൊണ്ട് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. കറക്റ്റ് നമ്മൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു 30,000 കിലോമീറ്റർ അതേപോലെ 40,000 കിലോമീറ്ററോടെയൊക്കെ ലോ കിലോമീറ്റർ വർണ്ണകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 3ാമത്തെ ലോ കിലോമീറ്റർ വർണ്ണനെ കഴിഞ്ഞ് ഒരു മാസത്തിലുള്ള നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും സംശയം ഇത്രയും ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ജെനുവിൻ ആണോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ ഒരു ഷോർട്സിലൊക്കെ കമൻസുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വാഹനങ്ങളുടെ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്പർ ഓപ്പണാണ്, നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ പ്രോപ്പർ റെക്കോർഡ് കാര്യങ്ങളെല്ലാം കിട്ടും. കാരണം സിംഗിൾ ഓണർഷിപ്പ് ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി, ഫ്രണ്ടേജിലെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കളർ നോക്കിയാൽ മതി. കാരണം അത്രയും ലൈറ്റ് യൂസ് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ പൊതിച്ച് മൂടി വെച്ചിരിക്കുന്നൊരു വാഹനമായിരുന്നു. അതുകൊണ്ട് തന്നെ 2011 ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഇപ്പോഴും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അതൊന്നും ഒരു തുള്ളി ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പുത്തൻ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ ഇറങ്ങിയത് അതേ കണ്ടീഷനിലാണ് ഇപ്പോഴും വാഹനം നിൽക്കുന്നത്. മൈലേജ് കാര്യങ്ങളെല്ലാം കുറച്ച്, അതായത് പെട്രോൾ എഞ്ചിനായതുകൊണ്ട് 1.6 ആയതുകൊണ്ട് ഒരു 12-13 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം കൂടിയാണിത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ, ഏകദേശം 10-35ഓളം വാഹനങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സ്റ്റോക്ക് കയറിയിട്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ നോക്കിയിട്ട് കുറച്ചൊരു 10-12 വാഹനങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വാഹന സംബന്ധമായി എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനം തന്നെ ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനമാണ്. 2016 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXI പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. KL 58 തലശ്ശേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. 0 ഡൗൺ പേയ്മെൻറ്റ് ആകുമ്പോൾ എന്താണ് നെഗറ്റീവ്, അതാണ് ഞാൻ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനത്തിനുണ്ടാവും. ജസ്റ്റ് കിലോമീറ്റർ കൂടുതലാണെന്നുള്ളൊരു നെഗറ്റീവ് മാത്രമേ ഉള്ളത്. വേറെയുള്ള മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അത്യാവശ്യം വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ചില കുറച്ച് വാഹനങ്ങൾ 0 ഡൗൺ പേയ്മെൻറ്റ് കയറ്റി പോകണം. കാരണം അതിന് ആവശ്യക്കാർ ഒത്തിരി പേരുണ്ട്. അത്യാവശ്യം പിന്നെ ജോലി വരുമാന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ കഴിവില്ലാത്ത കുറച്ചധികം പേര് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പിന്നെ എപ്പോഴും എൻക്വയറീസ് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 0 ഡൗൺ പേയ്മെൻറ്റ്, അവർക്ക് വേണ്ടിയിട്ടാണ് 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനങ്ങൾ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് വരുമാനം കാര്യങ്ങളെല്ലാം അവർ EMI മാസം അവർക്ക് സാലറി കാര്യങ്ങളെല്ലാം കിട്ടി അടക്കാൻ റെഡി ആയിരിക്കും. പക്ഷേ ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ കഴിയില്ല. മേ ബി ചിലപ്പോൾ വീട് പണി അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഫണ്ട് ഉപയോഗിച്ച് വേണ്ടാവും. അപ്പോൾ അത്തരക്കാർക്ക് പറ്റിയ വാഹനമാണിത്. സാധാരണ നോർമൽ ആൾക്കാർ ഈ ഒരു വാഹനം ചൂസ് ചെയ്ത് മറ്റുള്ളവർക്കുള്ള വാഹനമാണ്. 16 മോഡൽ VXI വേണ്ടിയിരുന്ന പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനം. പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം മാരുതിയുടെ വാഹനം കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാനില്ല. VXI ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ലോക്ക്, ഫോഗ്ലാം തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു പിന്നെ വേരിയൻറ്റിനകത്ത് VXI എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടയേഴ്സിൻ്റെ 50-60% 4 ടയേഴ്സും വരുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡിക്കിയുടെ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല. ടൈലറ്റോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഓവർ ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയി തുടങ്ങിയിട്ട് ഡ്രൈവർ സൈഡ് ചെറിയൊരു ഡാമേജ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റൊന്നും ഡാമേജോ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഡോർ പാഡിനൊന്നും ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് വാഹനം നിൽക്കുന്നത്. എൻജിൻ ഭാഗം കൂടി ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 0 ഡൗൺ പേയ്മെൻറ്റ് ആയതുകൊണ്ട് പലർക്കും സംശയങ്ങളുണ്ടാവും എവിടെയെങ്കിലൊക്കെ ഡാമേജ് ഉണ്ടാവുന്നില്ല. പക്ഷേ
ഒരു ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഈവൻ ക്രോസ് ബമ്പർ പോലും സ്റ്റിക്കേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒറിജിനൽ ക്രോസ് ബമ്പറാണ്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസറാണ്. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുത്തൻ ഹെഡ്ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് റീപ്ലേസറാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിലേക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഈ ഒരു ഭാഗങ്ങൾക്കൊന്നും ഒരു പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറിന് അല്ലെങ്കിൽ പിന്നെ അപ്പുറോണ്ട ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, പേസ്റ്റിംഗ് ഡാമേജ് ഇല്ല. സെയിം നമ്മൾ ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗത്ത് കൂടി നോക്കണം, ബോണറ്റിൻ്റെ ഈ പേസ്റ്റിംഗ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത്. കാരണം എന്തെങ്കിലും തട്ടീനെ ശേഷമൊക്കെയാണ് മാറിയിട്ടില്ല എന്നുള്ളത് നോക്കണം. പക്ഷേ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തും കാണുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ അത്യാവശ്യം പെർഫെക്ഷനിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇത്. 2016 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXA വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 0 ഡൗൺ പേയ്മെൻറ്റിൽ 4,30,000 രൂപയ്ക്ക്. 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം ലഭിക്കുക. ഏകദേശം ഒരു 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു SUV വാഹനമാണ് ഹോണ്ട WRV 2018 മോഡൽ WRV S എഡ്ജ് എഡീഷൻ എന്നുള്ളൊരു വേരിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വാഹനമാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ്, വെറും 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. വേറെ പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അലോയ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഇല്ല. സാധാരണ ഇതിൽ WRV മുമ്പ് കാണിച്ച എല്ലാ വീഡിയോയിലും VX എന്നുള്ള വേരിയൻ്റ് അതിനകത്തൊക്കെ സൺറൂഫ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് സൺറൂഫ് ഇല്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. VXനകത്ത് മാത്രമാണ് സൺറൂഫ് വരുന്നത്. പക്ഷേ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബോഡിയിലെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. എഡ്ജ് എന്നുള്ളൊരു ലിമിറ്റഡ് എഡീഷൻ ആയിട്ടാണ് ഈ ഒരു വാഹനം അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതിലുള്ള വ്യത്യാസം എന്നുള്ളത് എനിക്ക് അത്ര നോളജില്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. കാരണം ഹെഡ്ജ് എഡീഷൻ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ ഇതിൻ്റെ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ വാഹനം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫോർഡർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം മാറ്റിയിട്ട് ചെറിയൊരു ഡിസ്പ്ലേ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു ടെയിൽ ലാമ്പ് ചെറുതായിട്ടൊന്ന് ക്രാക്ക് ആയിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ടെയിൽ ലാമ്പിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ബോഡി ബാഗ് എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് അവർക്ക് നല്ല വൃത്തിയിൽ, കമ്പനി കവറാണെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റി നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% 4 ടയേഴ്സും വരുന്നുണ്ട്. WRV പെട്രോളിൻ്റെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 14-15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജ് കണക്കാക്കാം. എഞ്ചിൻ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ കമ്പനി അതേ വരുന്ന പേസ്റ്റിംഗ് തന്നെ. ഈ അറ്റം വരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്പുറമോ കാര്യങ്ങൾക്കൊന്നും ക്രോസ് ബമ്പറിനൊന്നും ഡാമേജ് ഇല്ല. ഈ സൈഡ് അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ABS ഇവിടെ വരുന്നുണ്ട്. ചേസിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബോണ്ടിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് കാര്യങ്ങൾ ഇന്നർ കാര്യങ്ങളെല്ലാം പക്കാ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങൾ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നോൺ പോളിഷ് സ്റ്റിക്കേഴ്സ്, എല്ലാ സ്റ്റിക്കേഴ്സ് കമ്പനി ഒറിജിനലാണ് തെളിയിക്കാൻ പറ്റിയ എല്ലാ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 2018 മോഡൽ WRV, അതും എഡ്ജ് എഡീഷൻ എന്നുള്ള വേരിയൻ്റ് ആയിട്ട് വന്നുള്ള വാഹനം, പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നെറ്റ് പ്രൈസോടുകൂടി 6,60,000 രൂപയ്ക്ക്. ഏകദേശം 6,25 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. അപ്പോൾ 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു വാഹനം കൂടിയാണിത്. 50 ചിലപ്പോൾ വേണ്ടിയില്ല, ചിലപ്പോൾ 6,50 ഒക്കെ മുകളിൽ ലോൺ കയറും. ഏറ്റവും നല്ലൊരു വാഹനം എടുക്കുമ്പോൾ 50,000 രൂപയെങ്കിലും മിനിമം ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ ഏറ്റവും നല്ലത്. 5 വർഷത്തേക്കായിരിക്കും ഇതിന് EMI സൗകര്യം ലഭിക്കുക. ഏകദേശം 13,500 റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മൾ അടുത്ത വാഹനം ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും ഓരോ എക്കോസ്പോർട്ട് വീതം കാണിക്കുന്നുണ്ട്. ഇത് മറ്റൊരു എക്കോസ്പോർട്ട്. ഏകദേശം 5ഓളം എക്കോസ്പോർട്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം സ്റ്റോക്ക് കയറിയുള്ളത്. ഇപ്പോൾ നിലവിൽ 5 എക്കോസ്പോർട്ട്, ഡീസലും പെട്രോളും മാനുവലും ഓട്ടോമാറ്റിക് എല്ലാം കൂടി 5 എക്കോസ്പോർട്ട് നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് 2013 മോഡൽ 1 ലിറ്ററിൽ വരുന്ന എക്കോബൂസ്റ്റ് എന്നുള്ള വേരിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. വേറെ ഡാമേജ് കാര്യങ്ങൾ അപാകത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 1 ലിറ്ററാണ്. ഈ ഒരു വാഹനത്തിൽ പെർഫോമൻസിന് കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സെയിം 1.2 ലിറ്ററിൻ്റെ അതേ പെർഫോമൻസ് കാര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, പിന്നെ മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി 2013 തന്നെ കൊടുത്തിട്ടുണ്ട്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80% മുകളിൽ ടയേഴ്സ് വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടയേഴ്സും 80% ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബോഡിയിലൊന്നും പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങൾ ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് എക്കോസ്പോർട്ട്. ഈ 1 ലിറ്റർ വരുന്ന വാഹനം 1.2 ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈലേജ് കുറയുന്നു. പക്ഷേ 1 ലിറ്റർ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. ഓട്ടോ ക്ലൈമാറ്റിക്സ്, അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്.
എൻജിൻ സൈഡ് ജസ്റ്റ് കാണിക്കാം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയും പേസ്റ്റിങ്ങോ പഞ്ചിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡും അതേ അവസ്ഥയിൽ നിൽക്കുന്നത്. ഈ ഒരു പഞ്ചിങ്ങോ പേസ്റ്റിങ്ങിനൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്രോസ് ബമ്പർ മാറിയിട്ടില്ല. 1 ലിറ്റർ ആണെങ്കിലും ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസിന് കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവുണ്ടാവില്ല. സെയിം നമ്മൾ 1.2 ലിറ്ററിൽ ഓടിക്കുന്ന അതേ പെർഫോമൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു 1 ലിറ്ററിലും കിട്ടും. കാരണം ടർബോ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും 1 ലിറ്റർ ആണെന്ന് എഴുതിയിട്ട് ഒരിക്കലും പിന്നെ ലാഗിങ് കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നല്ല പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടും ചെയ്യും. മാത്രമല്ല മൈലേജും കിട്ടും. അതാണ് എക്കോബൂസ്റ്റ് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,98,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം ഒരു 3,50 റേഞ്ചിൽ നമുക്ക് ഫിനാൻസ് ഒക്കെ ലഭിക്കും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു SUV സെഗ്മെൻറ്റ് വാഹനം. അതും 2013 ആണെങ്കിൽ പോലും നമുക്ക് 3 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് ഒക്കെ ലഭിക്കുക. ഏകദേശം ഒരു 9 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു നല്ലൊരു കുറ്റിയർപ്പുള്ള വാഹനമാണ്. അതും ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന വാഹനം ടാറ്റ അൾട്രോസ് 2020 മോഡൽ ഡീസൽ എഞ്ചിനിൽ വരുന്ന XM വേരിയന്റ് വാഹനം. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. KL 17 എറണാകുളം 3 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ്. 20+ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത് ഡീസലിൽ. XM എന്നുള്ള വേരിയന്റ് എന്ന് പറഞ്ഞാൽ ബേസിന് തൊട്ട് മുകളിൽ നിന്നുള്ള വേരിയൻ്റാണ്. XC എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് ആയിരുന്നു. അതിന് തൊട്ട് മുകളിൽ XM, XT, XZ എന്നുള്ള 4 വേരിയൻസ് ആയിട്ടാണ് അൾട്രോസ് എന്നുള്ള വാഹനങ്ങളൊക്കെ നിരത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ XM തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം XM എന്നുള്ള വേരിയൻറ്റിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു XM എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇതിനകത്ത് നല്ലൊരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബോഡി കാര്യങ്ങളൊന്നും കാര്യപ്പെട്ട പരിക്കൊന്നുമില്ല. ചെറിയ തോതിലുള്ള റീപെയിൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല കിട്ടിയ നല്ല തൈ സപ്പോർട്ടോട് കൂടി നല്ല സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക് വേണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. പ്ലസ് അഡീഷണൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് തന്നെയാണ്. ഡീസലിൽ ഒരു രക്ഷയില്ലാത്ത മൈലേജ് ലഭിക്കും. അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. കൂടുതൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു കുറ്റിയുറപ്പുള്ള വാഹനം. സേഫ്റ്റി ടാറ്റയിൽ ഞാൻ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ള ബ്രാൻഡുകളുടെ ഒരു ബോണറ്റ് പൊക്കുമ്പോഴുള്ള വെയിറ്റും ഈ ഒരു ബോണറ്റ് പൊക്കുമ്പോൾ വെയിറ്റും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പിന്നെ ലാഗിങ്ങോ പുള്ളിങ് കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസിന് നമുക്ക് പ്രതീക്ഷിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറം ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഒന്നും റീപ്ലേസർ അല്ല എന്നുള്ളത്. ഒറിജിനൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ABS കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പോരായ്മകളൊന്നും ഈ വാഹനത്തിന് നിലവിലില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിക്കർ കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഒറിജിനൽ ആണോ എന്നുള്ളത് തെളിയിക്കാൻ. അതായത് നമ്മൾ വാഹനം 2020 മുതൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സിനകത്ത് RTOയുടെ ഒരു സ്റ്റിക്കർ പതിപ്പിക്കണം എന്നൊരു റൂളുണ്ട്. അപ്പോൾ 2020 ശേഷമുള്ള വാഹനങ്ങൾക്കെല്ലാം ഇതേപോലെ ചേസ് നമ്പർ, എഞ്ചിൻ നമ്പറൊക്കെ വെച്ചിട്ട് വാഹനത്തിൻ്റെ നമ്പർ വെച്ചിട്ട് രജിസ്ട്രേഷൻ ഡേറ്റ് വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്കർ കൂടിയും ഒറിജിനൽ ഗ്ലാസ്സിനകത്ത് വരും. അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലരും അതൊന്നും പിന്നെ തപ്പി നടക്കാറില്ല. അപ്പോൾ ആ ഒരു സ്റ്റിക്കേഴ്സ് നിങ്ങൾ 2020 ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് 2020 MVD അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒറിജിനൽ ഗ്ലാസ് വാഹനം ഇറങ്ങിയപ്പോൾ ഒട്ടിച്ച സ്റ്റിക്കറാണ്. വാഹനത്തിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെറിയ ഷോർട്ട് കട്ട് നോക്കിയിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ഗ്ലാസ് റീപ്ലേസർ ആണോ അല്ലേ എന്നുള്ളത് സംശയങ്ങൾ നമുക്ക് തീർക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ കുഴപ്പമില്ലാത്ത അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനമാണ് 2020 മോഡൽ ഡീസൽ അൾട്രോസ്. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നെറ്റ് പ്രൈസോടുകൂടി 5,60,000 രൂപയ്ക്ക്. ഒരു 5,25 വരെ അത്യാവശ്യം ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. 5 വർഷത്തേക്കായിരിക്കും ഇതിന് ലോൺ സൗകര്യം ലഭിക്കുക. ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു CVT ഗിയർ ബോക്സിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഹനമാണ്. 2015 മോഡൽ മൈക്ര XV വേണ്ടി വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. XV എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ലാഗിങ്ങോ പെർഫോമൻസ് കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല പെർഫോമൻസ് ഉണ്ടാവും. നമുക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം നല്ല പിന്നെ കുതിപ്പന ഉണ്ടാവും. അതേപോലെ തന്നെ മൈലേജ് വെക്കണമെങ്കിൽ 15-ന്റെ ഉള്ളിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പുതിയ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കയറ്റുന്ന പുറകോട്ട് ഇറങ്ങുന്നുള്ള ടെൻഷന് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വേണ്ട. പലർക്കും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. പലരും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നതാണ് ഈ വാഹനം കയറ്റുന്ന റിവേഴ്സ് ഇറങ്ങോ, ആ വാഹനം കയറ്റുന്ന റിവേഴ്സ് ഇറങ്ങോ എന്നുള്ളത്. AMT ഗിയർ ബോക്സിൽ 2021 മുമ്പുള്ള AMT ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ വാഹനങ്ങളും 99% വാഹനങ്ങളും AMT ഗിയർ ബോക്സ് ആണോ അത് പുറകോട്ട് ഇറങ്ങും.
AT ഗിയർ ബോക്സ് അല്ലെങ്കിൽ CVT ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ഏത് മോഡലാണെന്നുണ്ടെങ്കിലും പുറകോട്ട് ഇറങ്ങില്ല. ജസ്റ്റ് ഒന്ന് റിമൈൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പബ്ലിക് ഇൻഫർമേഷനായിട്ട് ഷെയർ ചെയ്യണം. പലരും സംശയങ്ങൾ ഈ ഒരു ഏതാണ് പുറകോട്ട് ഇറങ്ങുന്നുള്ള ഒരുപാട് പേര് നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട്. ഇത് CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇത് പുറകോട്ട് ഇറങ്ങില്ല. 70 സംതിങ് കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത്. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റിൻ്റെ പോർഷൻ തന്നെ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല യെല്ലോ ഫെയ്ഡിങ് വന്നുകൊണ്ട് എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറെ പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നിന്നുള്ള അടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തൊരു വാഹനമാണിത്. പിന്നെ ബോഡി കാര്യങ്ങളെല്ലാം അത്യാവശ്യം വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സാധാരണ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ അവിടെയും ഇവിടെയും തട്ടലും പൊടുത്തലും പിടിക്കലും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ വാഹനത്തിന് ഭാഗ്യവശാൽ അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. ഒരു L സ്റ്റിക്കറൊക്കെ ഓടിച്ച വണ്ടിയായിട്ട് പോലും ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള എല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് XV എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% 4 ടയേഴ്സും വരുന്നുണ്ട്. എൻജിൻ ഭാഗം കാണിക്കാം. എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും മൈക്രോയൊക്കെ പേസ്റ്റിങ്, സണ്ണി മൈക്രോയൊക്കെ പേസ്റ്റിങ്, ഈ ഒരു ചെറിയ ടൈപ്പ് പേസ്റ്റിംഗാണ് വരിക. അപ്പോൾ അത് നോക്കിയാൽ മതി. അത് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തായാലും ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടാണല്ലോ ഹെഡ്ലൈറ്റ് തട്ടിയിട്ടാണല്ലോ ബാക്കി ഉള്ളിലേക്കുള്ള പരിക്കൊക്കെ വരിക. അപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ രണ്ടിനും കളർ ഈക്വലാണ്. ഒരേ സെയിം കളറിലാണ് വരുന്നത്. അത് മാത്രം നോക്കിയാൽ മതി ഉള്ളിലേക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ എന്നുള്ളത്. ഹെഡ്ലൈറ്റ് മാത്രം നോക്കിയാൽ മതി. പിന്നെ പലരും പറയുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് കിട്ടുമല്ലോ എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പൊതുവേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങളാണ് ഈ ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡ്സാണ് ഈ പറഞ്ഞിരുന്നത്. പിന്നെ ഗ്ലാസ്സൊക്കെ നോക്കുകയാണെങ്കിൽ RFID ടാഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വാഹനം ഇറങ്ങിയ സമയത്ത് ഇട്ട സ്റ്റിക്കറായിരിക്കും പിന്നെ അതൊരു ചിലപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് കിട്ടിയതുകൊണ്ടായിരിക്കും വാഹനം പഠിച്ചു കഴിഞ്ഞിട്ടും അത് ചിലപ്പോൾ റിമൂവ് ചെയ്യാതെ നിന്നത്. കാരണം ചിലപ്പോൾ മറ്റുള്ള ഈ റോഡിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു പരിഗണന കിട്ടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരിക്കലും റിമൂവ് ചെയ്യാതെ ഇത്രയും കാലം വാഹനം ഓടിച്ച. കാരണം അത് റെഡ് സ്റ്റിക്കർ വരുന്നതൊക്കെ നിറച്ച് കഴിഞ്ഞ് വൈറ്റും കഴിഞ്ഞ് പറ്റ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ വാഹനം 2015 മോഡൽ മൈക്ര XV CVT ഓട്ടോമാറ്റിക് വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,85,000 രൂപക്ക്. ഏകദേശം 3,25 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2015 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുക. ഏകദേശം 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ചെറിയ വാഹനങ്ങൾ പെട്ടൊരു വാഹനം. അതും വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. വെറും 2,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2021 മോഡൽ ഡാറ്റ്സൺ റെഡിഗോ T AMT 1 ലിറ്ററിൽ വരുന്ന വാഹനം. ഏകദേശം 5.25 ലക്ഷം രൂപയുടെ 2021 5.25 ലക്ഷം രൂപയോടെയാണ് ഈ വാഹനം നിരത്തുകൾ ഇറങ്ങിയിട്ടുണ്ടായത്. 2022 അല്ലെങ്കിൽ 2023 വാഹനം നിലവിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാഹനം നിലവിൽ ഇറങ്ങുന്നില്ല. പക്ഷേ പുതിയൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയ സ്പേസിൽ, അതായത് അധികം ലെങ്ത്തോ അല്ലെങ്കിൽ വീതിയോ നീളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ നമുക്ക് ഈസി ആയിട്ട് ടൗണുകളിലൊക്കെ പാർക്ക് ചെയ്യാനും അതേപോലെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട വാഹനമാണ് ഡാറ്റ്സൺ റെഡിഗോ. അത്യാവശ്യത്തിലധികം മൈലേജും കിട്ടും. AMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഒരു 18+ മൈലേജ് നമുക്ക് ഷുവർ പ്രതീക്ഷിക്കാവുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ടൗണുകളിൽ എല്ലായിടത്തും പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് 2 വീലറിൽ നിന്ന് 4 വീലിലേക്ക് മാറുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടൊരു വാഹനമാണ്. കാരണം ഈസി ആയിട്ട് ഒരു ടേണിങ്ങോ കാര്യങ്ങളെല്ലാം ടേൺ ചെയ്തെടുക്കാനും വളക്കാനും തിരിക്കാനും പിടിക്കാനും എല്ലാം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണിത്. 2021 മോഡൽ വളരെ ലോ കിലോമീറ്റർ ഓടില്ല. വെറും 2,500 കിലോമീറ്റർ മാത്രം ഓടില്ല. സീറ്റ് കവർ പൊട്ടിച്ചിട്ട് പോലില്ല. ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. KL 77 എവിടെയാണ്, കോഴിക്കോട് ഭാഗത്താണോ എനിക്ക് സംശയമുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് കറക്റ്റ് ഓർമ്മയില്ല. പുതിയ നമ്പർ ആയതുകൊണ്ട് ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നും നോക്കാനില്ല. പുത്തൻ വാഹനം എങ്ങനെയാണ് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അതേ കണ്ടീഷനിൽ പോകാൻ പറ്റിയ വാഹനമാണ്. ഇന്ത്യയിലൊക്കെ പക്ക പുതിയതിൻ്റെ ഒരു സ്മെല്ല് പോലും 2 വർഷം പോലായിട്ട് പോയിട്ടില്ല. കാരണം എങ്ങനെയാണോ ഷോറൂം കണ്ടീഷൻ അതേ കണ്ടീഷനിലാണ് വാഹനം നിൽക്കുന്നത്. ബാക്ക് റോഡൊക്കെ സീറ്റ് കവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും പൊട്ടിച്ചിട്ട് പോലുമില്ല. വേറെ ബോഡിക്കകത്തൊന്നും എവിടെയും ഡാമേജ് ഇല്ല. ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച്, ഒരു പൂച്ച മാന്തിയ പോലെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അത് മാത്രമാണ് ബോഡിക്കകത്തൊരു ഡാമേജ് ആയിട്ട് കാണുന്നത്. അല്ലാത്തൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല. 2,500 കിലോമീറ്റർ ആയതുകൊണ്ട് ബാക്കി 37,500 കിലോമീറ്റർ ഓടാനുള്ള ടയേഴ്സൊക്കെ ഇതിനകത്ത് ബാലൻസ് കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്റീരിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം.
സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് ഇതിനകത്ത് വരുന്നുണ്ട്, കമ്പനിയുടെ ഡിസ്പ്ലേ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുക്കുന്നുണ്ട്. ടി ഓപ്ഷൻ എന്നുള്ള വേരിയൻറ്റ് ടു ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. പവറിൻ്റെ സ്വിച്ച് വരുന്നത് ഗിയർ ലിവറിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആധുനിക വാഹനങ്ങളിൽ കിട്ടുന്ന ആ ലെവലിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ വന്നിട്ട് ഒരു പരപ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ പഴയ മോഡൽ റെഡി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ അല്ലായിരുന്നു, അത് കുറച്ചൊരു പഴയ ഓൾഡ് ഷേപ്പിലായിരുന്നു അതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ന്യൂ വാഹനങ്ങളിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കവർ പൊട്ടിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല, അപ്പോഴേക്ക് സെയിൽ ചെയ്തു വാഹനം. മേ ബി പേഴ്സണൽ ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും, ഇത്രയും ലോ കിലോമീറ്റർ ഓടിയ വാഹനം ഈ സീറ്റ് കവർ പൊട്ടിക്കാത്ത വാഹനം പോലും എന്തിന് സെയിൽ ചെയ്തു എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും. ഒക്കെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങൾ. പല ആൾക്കാരും ചിലപ്പോൾ 500 കിലോമീറ്റർ ഓടിയ വാഹനമുണ്ട്, ചിലപ്പോൾ 2000 കിലോമീറ്റർ ചില വാഹനങ്ങൾ ഉപയോഗിക്കാതെ കിടക്കും. ഈ പുള്ളിക്കാരനത് റണ്ണിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, 2 വർഷം പുള്ളി ഉപയോഗിച്ച് പുള്ളിയുടെ ലെവൽ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് പുള്ളി അപ്ഗ്രേഡ് ചെയ്തു, അത്ര തന്നെ. അല്ലാതെ ഡാമേജോ കാര്യങ്ങളോ വന്നതിന് ശേഷം റീപ്ലേസ് ചെയ്തതല്ല, എവിടെയും പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ല. പക്ക ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വേറെ ഡാമേജോ കാര്യങ്ങളോ റൊസുംബറോ കാര്യങ്ങളൊക്കെ ഒന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 2021 മോഡൽ ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക് വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,85,000 രൂപയ്ക്ക്, ഏകദേശം 1,90,000 രൂപേൻ്റെ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഒരു 3,25 അല്ലെങ്കിൽ 3,50 വരെ ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുക. ഏകദേശം 7 to 8 റേഞ്ചിലാണ് ഇതിൻ്റെ EMI. മറ്റൊരു AMT ഗിയർ ബോക്സ് വരുന്ന SUV സെഗ്മെന്റിൽ ടാറ്റയുടെ നല്ലൊരു കുറ്റിയുറപ്പുള്ള വാഹനം നെക്സോൺ 2019 മോഡൽ 70,000 കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. KL 23 കരുനാഗപ്പള്ളി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനമാണ്, പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം. XM എന്നുള്ള സെക്കൻഡ് വേരിയൻ്റ് വരുന്ന വാഹനമാണ്. XE, XM, XT, XZ എന്നുള്ള 4 വേരിയൻസ് ആയിട്ടാണ് നെക്സോണിലും വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. XMA എന്നുള്ളതാണ് ഇതിൻ്റെ വേരിയൻ്റ്. അത് XMA എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കിനെ സൂചിപ്പിക്കുന്നതാണ് XMA എന്നുള്ളത്. XTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്. XZA എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്. A എന്നുള്ള പിന്നെ അക്ഷരം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. നല്ല അടിപൊളി 2019 മോഡൽ. ഏകദേശം 5 വർഷമാണ് വാഹനം നിരത്തുകൾ റൺ ചെയ്തിട്ടുള്ളത്. ആവറേജ് കിലോമീറ്ററാണ് വാഹനം നിലവിൽ ഓടിയിട്ടുള്ളതും. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ഒന്നും പിന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 1200 cc വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. MT ഗിയർ ബോക്സ് ആണെങ്കിലും ഈ 1200 cc വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് പുറകോട്ട് ഇറങ്ങില്ല എന്ന് ഒരിക്കലും പറയില്ല, പുറകോട്ട് ഇറങ്ങും. പക്ഷേ അത്യാവശ്യം നമുക്ക് അത് ഹിൽ ഹോൾഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ XM എന്നുള്ള വേരിയൻ്റ് ആണെങ്കിൽ പോലും സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ് ആണ് എന്നുള്ള കൺഫേം ചെയ്യട്ടെ. സിംഗിൾ എയർ ബാഗാണ്, എയർ ബാഗ് ഇല്ല, സിംഗിൾ എയർ ബാഗാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട ബാക്കി 4 ഡോർ പവറിൻ്റെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സ്പോർട്സ്, ഇക്കോ, സിറ്റി എന്നുള്ള 3 മോഡൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വേരിയൻ്റാണ് XM എന്നുള്ള വേരിയൻറ്റ്. അതും ഈ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ. എഞ്ചിൻ ഭാഗം കൂടി ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു പേസ്റ്റിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും ഒറിജിനലാണെന്നുള്ളത്. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്രോസ് ബമ്പർ മാറിയിട്ടില്ല. ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ABS വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ഇഞ്ചസ് ഒന്നും അയച്ചിട്ടില്ല. ആ ഒരു കളറിംഗ് ഒക്കെ ഉണ്ടാകുന്ന മനസ്സിലാവും. 2019 ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടർബോ വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നും വരാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഇരുന്ന മറ്റൊരു വാഹനം 2019 മോഡൽ ടാറ്റ നെക്സോണ്. ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 6,40,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം 6 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഒരു SUV സെഗ്മെൻറ്റിലൊരു ഓട്ടോമാറ്റിക് വാഹനം. അതും 5 വർഷത്തോടുകൂടി മാസത്തവണയോടുകൂടി. 5 വർഷത്തിന് മാസത്തവണ ഒരു മാസം ഏകദേശം 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മറ്റൊരു CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം ജാസ് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 60-something കിലോമീറ്റർ KL 29 കായംകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം V എന്നുള്ള വേരിയൻ്റാണ് വന്നത്. അന്ന് 2018 VX എന്നുള്ള വേരിയൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. പക്ഷേ വീലിന് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനിനെ ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിന് ഒരു കുറവുണ്ടാവില്ല, ലാഗിങ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മൈലേജ് മാത്രം കുറച്ച് കുറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഓടിക്കാനോ കംഫർട്ട് കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. V എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 60-70% ടയേഴ്സ് ഉണ്ട്. നമ്മുടെ ഒട്ടുമിക്ക വാഹനങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും ഈ ഒരു ലോഗൊക്കെ നിങ്ങൾക്ക് ഒരുവിധം വാഹനങ്ങളിലൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇതൊക്കെ ഇവിടെ നിന്ന് ചിലപ്പോൾ പേസ്റ്റ് ചെയ്യുന്നതാണെന്നുള്ള കാര്യം. നമ്മളെ ഈ ഇവിടെ കിടക്കുന്ന ഷോറൂമിൽ ഇരുന്ന വാഹനങ്ങളെല്ലാം
നമുക്ക് പിന്നെ ഒരിക്കലും ഇവിടെ നമ്മൾ ഡയറക്റ്റ് പിന്നെ പോയിട്ട് പർച്ചേസിങ് ഇല്ല, അതായത് ഡയറക്റ്റ് ഒരു കസ്റ്റമർ വീട്ടിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന മെത്തേഡ് ഇവിടെ ഇല്ല. പകരം ഇതെല്ലാം ഷോറൂം ത്രൂ വരുന്ന വണ്ടികളാണ്. അപ്പോൾ ഷോറൂം ത്രൂ ഇത്തരക്കാരെല്ലാം വാഹനങ്ങളെല്ലാം സെയിൽ ചെയ്യുക, ഓതറൈസർ ഷോറൂമുകളിൽ മാത്രമേ വാഹനം സെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഷോറൂമിൽ നിന്നാണ് നമുക്ക് വാഹനങ്ങൾ ഒരുക്കുന്നത്. ഒരിക്കലും നമ്മൾ പാർട്ടിയിൽ നിന്ന് ഡയറക്റ്റ് വാഹനം വരാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ കൂടുതൽ വരാനുള്ളത്. അതേപോലെ തന്നെ എക്സ്ചേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ മാത്രമാണ് പിന്നെ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് പാർട്ടിയുടെ എടുക്കുന്ന വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലോഗോ വരുന്ന വാഹനങ്ങൾ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊന്നും ഇവിടെ പേസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ വാഹനം 2018 മോഡൽ വി വേരിയൻ്റ് വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. നല്ല വൃത്തിയിലാണ് വരുന്നത്. IVTEC എഞ്ചിനിൽ വരുന്ന വാഹനം. ടെയിൽ ലാമ്പിനകത്ത് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയൊരു പോരായ്മയുണ്ട്. ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങൾ പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. റീപെയിൻറ്റ്സ് കണ്ടിട്ട് ബമ്പറിനകത്ത് ചെറിയ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. അങ്ങനെ റീപെയിൻ്റൊക്കെ സ്വാഭാവികമായിട്ട് ഏത് യൂസർ വാഹനമാണെന്നുണ്ടെങ്കിലും റീപെയിൻറ്റ് വർക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മൾ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ബമ്പർ വരുതും സൈഡ് വരുതും സ്വാഭാവികമാണ്. മേജർ ആക്സിഡൻറ്റ് അപ്രോൺ ചെയ്സ് കാര്യങ്ങളാണ് ഒരു വാഹനത്തിന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിപ്രീസിയേഷൻ വരാനൊക്കെ സാധ്യത വളരെ കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. അതേപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് വാഹനമാണെന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. ഇന്നലെ അടക്കം നമ്മുടെ അടുത്ത് പിന്നെ വാഹനങ്ങളായിട്ട് ഒരു ഫ്ലഡ് വാഹനം ആയിട്ട് എക്സ്ചേഞ്ചിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സീറ്റ് അവർ അതിനകത്ത് വന്നിട്ടുള്ളത് നല്ല പക്ക വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊന്നും പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡാമേജ് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്. ബോണ്ടിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 6,45,000 രൂപക്ക് നെറ്റ് പ്രൈസോട് കൂടി. 6 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 12 രൂപ അല്ലെങ്കിൽ 12,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരുന്നത്. ഇന്നലെ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ചേഞ്ചിന് ഒരു ബലേനായിട്ട് എക്സ്ചേഞ്ച് നമ്മളെ ഏകദേശം ഈ ഒരു ചുറ്റുപാടത്തുള്ള ഒരാളുണ്ടായിരുന്നു. പുള്ളി 2018 ഒരു 19 ഒരു ബലേന എടുത്തു. 19 ശേഷം ഏകദേശം 5 വർഷക്കാലം പുള്ളി ഒരു വാഹനം ബലേന എന്നുള്ള വാഹനം യൂസ് ചെയ്തു. ഇന്നലെ എക്സ്ചേഞ്ച് കൊടുന്നു. KL 42 പറവൂർ രജിസ്ട്രേഷനിൽ ഇരുന്ന വാഹനമായിരുന്നു. പറവൂർ കണ്ടു കഴിഞ്ഞാൽ ആലുവ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിന്നെ ഉൾഭാഗം ഒന്ന് ചെക്ക് ചെയ്യും, ഫ്ലഡ് ഉണ്ടോ എന്നുള്ളത്. ഫ്ലഡായിരുന്നു. പുള്ളി അറിയാതെയാണ് ആ വാഹനം എടുത്തിട്ടുണ്ട്. 5 വർഷക്കാലം പുള്ളി ഉപയോഗിച്ചതിന് ശേഷം ഇന്നലെയാണ് പുള്ളി ഫ്ലഡാണ് ആ വാഹനം എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത്. അങ്ങനെ ഒട്ടനവധി കേസുകൾ നമ്മുടെ എക്സ്ചേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഫ്ലഡ് വാഹനങ്ങളൊന്നും ഇവർ അറിയാതെയാണ് പലരും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് നിങ്ങൾ എവിടെയെങ്കിലും പുറത്തുനിന്നൊക്കെ പോകുകയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഫ്ലഡിനൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന അറിയുന്നവരെ പിന്നെ കൊണ്ട് വാഹനം ചെക്ക് ചെയ്യുക. ഫ്ലഡ് വാഹനമാണോ അല്ലേ എന്നുള്ളത്. ഫ്ലഡ് വാഹനം അയച്ചിട്ട് ഉപയോഗിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്ലഡ് വാഹനം സാധാരണ ഒരു നോർമൽ വാഹനം മാർക്കറ്റ് റേറ്റിന് അത്യാവശ്യം നല്ല വ്യത്യാസത്തിലാണ് സെയിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. വേറെ ഉപയോഗിക്കാൻ ചില വാഹനങ്ങളൊന്നും പെട്രോൾ വാഹനങ്ങളൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാറില്ല. ചില വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് റേറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രം നിങ്ങൾ റീസെയിൽ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിൻ്റെ ലോസ് മനസ്സിലാവുക. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 2018 മോഡൽ ജാസ് വി ഓട്ടോമാറ്റിക് വാഹനം 6,45,000 നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം മാരുതി കൂടി ഒരു 7 സീറ്റ് വാഹനമാണ്. മാരുതി സുസുക്കി എർട്ടിഗ 2013 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് എടുക്കുന്ന 1 lakh something കിലോമീറ്റർ ഓടിയിലേക്ക് 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷനിൽ ഇരുന്ന വാഹനം. വീഡിയോ എന്നുള്ള വേണ്ടതെന്ന് മിഡിൽ ഓപ്ഷനാണ്. തൊട്ട് മുകളിൽ ZD ഉണ്ട്, അതിൽ തൊട്ട് LD ഉണ്ട്. മിഡിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. 4 door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് വീഡിയോ എന്നുള്ള വേരിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ബോണ്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെറിയ നെഗറ്റീവ് മാത്രമാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. 1.2 ലിറ്ററിൽ നിന്ന് ഡീസൽ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. DDS എഞ്ചിന് വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണിത്. സാധാരണ ഇതിൽ 7 സീറ്റ് വാഹനങ്ങൾ ഒരു 15 to 17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ വാഹനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. 17 കിലോമീറ്റർ നമുക്ക് മൈലേജ് ഡീസൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ABS എടുക്കുന്ന ഒരു ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്. ABS ഒക്കെ അന്ന് ഈ ഒരു വീഡിയോ എന്നുള്ള വേരിയൻ്റ് അകത്ത് വന്നുകൊണ്ട് ഇവിടെ ഒരു ബാഡ്ജിങ് ഒക്കെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവറൊക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനിന് ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൂളിംഗ് ഇതിനകത്ത് പിന്നെ ഗ്ലാസ്സിനകത്ത് സൈഡ് വിൻഡോനകത്തൊക്കെ കൂളിംഗ് ഇട്ടിട്ടുണ്ട്. ഇത് ഫൈന് കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്തതിനു ശേഷം കൺഫേം ചെയ്തതിനു ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുക. കാരണം ചിലപ്പോൾ ഈ ഒരു ഫൈനിന് പോലും ഒരു മിനിമം അളവിൽ നമുക്ക് കൂളിംഗ് യൂസ് ചെയ്യാന്നുള്ള റൂൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു കാരണത്താലൊക്കെ ചിലപ്പോൾ ഫൈൻ കിട്ടുള്ള ചാൻസ് ഉണ്ട്. എഞ്ചിൻ ഭാഗം കാണിക്കാം. അപ്പുറം ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക ഒറിജിനൽ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. വേറെ ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഒറിജിനൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്.
ഈ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസറാണ്. മേ ബി ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്ത സമയത്തായിരിക്കും ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ബോണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പേസ്റ്റിംഗ് ഇല്ലാത്ത ബോണ്ടാണിത്. ഈ ഒരു പേസ്റ്റിംഗ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതില്ലാത്ത ബോണ്ടാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, റീപ്ലേസ് ആണ്. വേറെ ലീക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ അപ്രോൺ ഭാഗങ്ങൾക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അപ്രോൺ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. കാര്യപ്പെട്ട വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം. ബാറ്ററി 2023 പുതിയ റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററി, വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററിയാണ്. ഗ്ലാസ് ഒന്നും റീപ്ലേസ് അല്ല, 2013 ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോണ്ട് റീപ്ലേസ് എന്നുള്ളൊരു പോരായ്മ മാത്രമാണ് ഈ ഒരു വാഹനത്തിനടുത്തുള്ളത്. 2013 മോഡൽ VDA വേരിയൻ്റ് വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം ഒരു 3.25, 3.30 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2013 ആയതുകൊണ്ട് 3 വർഷത്തേക്കായിരിക്കും ഇതിന് EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 10-500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മൈലേജിന് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വാഹനമാണ്. ഡീസൽ എഞ്ചിനിൽ 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം. മഹീന്ദ്ര KUV ഡീസൽ എഞ്ചിനിൽ 2016 മോഡൽ K8 എന്നുള്ള വേരിയൻറ്റ്. KL33 ചങ്ങനാശ്ശേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പാണ്. 62,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. K8 എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. K2, K4, K6, K8 എന്നുള്ള 4 വേരിയൻസ് ആയിട്ടാണ് വാഹനങ്ങൾ അന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 22 കിലോമീറ്റർ ഡീസലിൽ ഷുവർ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ആകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, തുരുമ്പ് വരുന്നത് മഹീന്ദ്രയുടെ വാഹനങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ വീഡിയോയും എടുത്ത് പറയുന്നതാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത, നോർമൽ മെയിൻ്റനൻസ് മാത്രമേ എനിക്ക് വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ K8 ആയതുകൊണ്ട് തന്നെ വരുന്ന ഫീച്ചേഴ്സ് അലോയ്സ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് K8 എന്നുള്ള വേരിയൻറ്റിനകത്ത് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ള ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ക്രോം ഫിറ്റിംഗ് ഒക്കെ ഇവിടെ ഡിക്കിക്കകത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടൈൽ ലാമ്പിനകത്തൊരു ക്രോം ഫിറ്റിംഗ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാഹനം അത്യാവശ്യം നല്ലൊരു ലുക്കിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കളറിനൊരു വെറൈറ്റി കളറും കൂടിയാണിത്. പിന്നെ ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിലവിലെ കണ്ടീഷനിൽ തുരുമ്പിൻ്റെ അംശ കാര്യങ്ങളൊന്നും സാധാരണഗതിയിലുള്ള തുരുമ്പ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് പറ്റിയിട്ടില്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിനകത്ത് കുറച്ചൊരു ഗമ്മൊക്കെ അഡീഷണൽ സ്റ്റിക്കേഴ്സ് ഇത് ചെയ്തതിന് ശേഷം കുറച്ച് ഗമ്മൊക്കെ പറ്റി പിടിക്കുന്നുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാവുന്ന കേസുകളേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാൻഡിങ് കൺട്രോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ABS വന്നിട്ടുണ്ട്. ചെറിയൊരു ഡിസ്പ്ലേ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി ഓൾറെഡി ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ JVCയുടെ ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഒരു മിറർ, ഒരു വെറൈറ്റി മിറർ, കാണാത്തൊരു ടൈപ്പ് മിററൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. LED ആണോ സംശയമുണ്ട്. കാരണം ഒരു ബൊഞ്ചുള്ള ഒരു ഭംഗിയുള്ളൊരു മിറർ. അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വേരിയൻ്റാണ് K8 എന്നുള്ള ഒരു വേരിയൻറ്റ്. KUV എന്നുള്ളൊരു വാഹനവും. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുരുമ്പിനെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ എഡ്ജുകളിലൊക്കെയാണ് കൂടുതൽ തുരുമ്പ് വരാൻ സാധ്യത. പക്ഷേ ഈ ഒരു വാഹനത്തിന് അത്തരത്തിലുള്ള തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബോണ്ടിൻ്റെ ഉൾഭാഗങ്ങൾ, ഇന്നർ സൈഡുകളിലൊക്കെയാണ് തുരുമ്പ് കൂടുതൽ വാഹനങ്ങൾക്ക് കാണാറ്. പക്ഷേ ഈ വാഹനത്തിന് തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എവിടെയും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ തുരുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ കൂടിയുണ്ട്. നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ ഉൾവശം, ഡോറിൻ്റെ ഇന്നർ സൈഡിനകത്തും തുരുമ്പ് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഡോറിൻ്റെ ഉൾഭാഗങ്ങളിൽ ഈ ഒരു സൈഡുകളിലൊക്കെയാണ് കൂടുതൽ ഭാഗങ്ങളിൽ തുരുമ്പ് കാണാറ്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും വാഹനങ്ങൾ, മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഈ സൈഡ് അതേപോലെ തന്നെ നോക്കണം. എല്ലാ ഭാഗങ്ങളിലും ഡോറിൻ്റെ ഇന്നർ ഭാഗങ്ങൾ നോക്കണം. ഈ വാഹനത്തിന് ഭാഗ്യവശാൽ തുരുമ്പ് കാര്യങ്ങളൊന്നും നിലവിലെ കണ്ടീഷനിലില്ല. അപ്പോൾ അത് നിങ്ങൾ ഇതേപോലെ വാഹനങ്ങൾ, മഹീന്ദ്രയുടെ വാഹനങ്ങൾ എവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എല്ലാം കറക്റ്റ് എല്ലാ മുക്കും മൂലയൊക്കെ തപ്പിയതിന് ശേഷം സൂക്ഷിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇനിയിപ്പോൾ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ അത് ആ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് മാത്രം. തുരുമ്പുള്ള വാഹനമാണെങ്കിൽ ജസ്റ്റ് പിന്നെ ബിൽഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണമെന്ന് മാത്രമല്ല, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 3,45,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 3.25 വരെ ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2016 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം ലഭിക്കുക. ഏകദേശം ഒരു 8 രൂപ, 7,500 to 8 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മൾ അടുത്ത വാഹനം മറ്റൊരു ലോ കിലോമീറ്റർ വാഹനമാണ്. അതും 2015 മോഡൽ വാഗണർ VXI. വെറും 26,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ 58 തലശ്ശേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. തലശ്ശേരി വാഹനങ്ങൾ കുറച്ച് കൂടുതൽ വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. VXI എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. LXI, VXI എന്നുള്ള 2 മോഡൽസ് മാത്രമാണ്, വേരിയൻസ് മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2015 ശേഷം 9 വർഷമായിട്ട് 26,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ്. നല്ല ബോഡി ക്വാളിറ്റി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം 70% ടയേഴ്സ് ഉണ്ട്. VXI തന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സാണ് കമ്പനി ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്.
പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളൊന്നും നല്ലതില്ല. ഒരു ടൈൽ ലാമ്പിനകത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്ത നല്ലൊരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനമാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക നല്ലൊരു ക്ലീൻ സീറ്റോ നീറ്റായിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനിനെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഒന്നും പിന്നെ അഡീഷണൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുള്ളൊരു വാഹനം തന്നെയാണെന്ന് പറയാം. ഡോർ പാഡ് അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വാഹനം നിൽക്കുന്നത്. ടയേഴ്സ് ഓൾറെഡി പറഞ്ഞു. മൈലേജ് വാഗണറിൻ്റെ ഒരു 1000 cc വരുന്ന പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഒരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെയും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, ഓയിൽ ലീക്ക് ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ട് പക്ക ഒരു നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,55,000 രൂപക്ക്. 3,55,000 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഏകദേശം ഒരു 3 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അവർ 50,000 രൂപ അല്ലെങ്കിൽ ഒരു 55,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റും. 5 ഇറങ്ങിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞുള്ള അത്യാവശ്യത്തിലധികം മൈലേജുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം ലഭിക്കുക. ഏകദേശം 8 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം നിസാൻ്റെ ഒരു SUV സെഗ്മെന്റ് വരുന്ന വാഹനം നിസാൻ മാഗ്നറ്റ് 2021 മോഡൽ. അതും ഒരു ലോ കിലോമീറ്റർ വാഹനം. വെറും 9,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള KEL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. XL ടർബോ എന്നുള്ള എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഏകദേശം നമുക്ക് തോന്നുന്നത് XV ടർബോ എന്നുള്ള വേരിയൻ്റാണ് ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 10,75 ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണത്. വെറും 9,000 വളരെ ലോ കിലോമീറ്റർ വാഹനം. 3 വർഷം കൊണ്ട് 9,000 എന്ന് പറഞ്ഞാൽ വാഹനം ഓടിയിട്ടില്ല. ടർബോ ആയതുകൊണ്ട് നല്ല പവർ കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനം കൂടിയാണിത്. പിന്നെ കുറച്ചൊരു എക്സ്ട്രാ ആക്സറീസ് ഒക്കെ ചെയ്തതിനു ശേഷം വാഹനം ഒന്നും കൂടി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട്. നിസാൻ പിന്നെ മാഗ്നറ്റ് ഒത്തിരി പേര് നമുക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ട്. നിസാൻ മാഗ്നറ്റ് അതേപോലെ റെനോൾട്ട് ക്രൈഗറിനൊക്കെ അത്യാവശ്യം എൻക്വയറി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ലോ കിലോമീറ്റർ വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം. നല്ല ബോഡി ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണെന്ന് പറയാം. ഇന്റീരിയർ എക്സ്റ്റീരിയറും ഒരേപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം. ജസ്റ്റ് ഇപ്പോൾ സ്റ്റോക്കിംഗ് കയറി ചെയ്തുള്ളൂ. പ്രൈസിങ് ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. കാറ്റലോഗ് എനിക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിങ് കാര്യങ്ങളെല്ലാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അപ്ഡേറ്റ് ആവും. അപ്പോൾ ജസ്റ്റ് വാഹനം ഒന്ന് കാണിക്കാൻ. ഡുവൽ ടോണിലേക്ക് വാഹനം വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് സിൽവർ എന്നുള്ള കോമ്പിനേഷനിലാണ് വാഹനം വന്നിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിലാണ് വാഹനം നിൽക്കുന്നത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അഡീഷണൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഓൾറെഡി കമ്പനി ഇൻബിൽഡ് ഈ ഒരു വേരിയൻ്റിനകത്തായിട്ട് കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്നും വാഹനത്തിനെ പറ്റി ഒന്നും നോക്കാനില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഷോറൂമിൽ നിന്ന് ഒരു വാഹനം ഇറക്കി കൊണ്ടുപോകുന്ന അതേ ആസ്പെക്റ്റിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. ജസ്റ്റ് എഞ്ചിൻ സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ടർബോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ അപ്രോണ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പുത്തൻ വാഹനം എങ്ങനെയാണോ ഷോറൂമിൽ നടക്കുന്നത് അതേ കണ്ടീഷനിലാണ് ഇപ്പോഴും വാഹനം നിൽക്കുന്നത്. ബോൺടോ പേസ്റ്റും കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാത്ത ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വെറും 9,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള 2021 മോഡൽ XL ടർബോ മാഗ്നറ്റ് വാഹനം. പ്രൈസിങ് ജസ്റ്റ് കാറ്റലോഗിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ വാഹനം സ്റ്റോക്ക് കയറി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10-12ഓളം വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്, മാനുവൽ, ഡീസൽ, പെട്രോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്നത്തെ മൂലം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏകദേശം 210ഓളം സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ ചെക്ക് ചെയ്യുമ്പോൾ 210ഓളം വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെല്ലാം ഫുൾ ഡീറ്റെയിൽസ് വാട്സപ്പിനകത്ത് കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വാഹനത്തെ പറ്റി സെപ്പറേറ്റ് വീഡിയോസോ ഫോട്ടോസോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റു വീഡിയോ വീണ്ടും ബൈ.